കൊട്ടാരക്കരയ്ക്ക് പോവുകയാണ്. നമ്മുടെ സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര കൺവെൻഷൻ നടക്കുക. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ്. അത് ഇത്രയും ദിവസമായിട്ട് അവിടെ നിന്ന് ഇടയ്ക്കൊരു ദിവസം കൊട്ടാരക്കര പോയപ്പോൾ ഒന്ന് കയറി. പക്ഷേ പ്രസംഗം കേൾക്കാനൊന്നും പറ്റിയില്ല. ഇന്നെന്നാ ഒന്ന് കൺവെൻഷൻ ഒന്ന് പങ്കെടുത്ത് പ്രസംഗമൊക്കെ കേട്ട് നാളെ രാവിലെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചു തിരുവനന്തപുരത്തേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചിറങ്ങുക. അപ്പോൾ കൺവെൻഷന് പങ്കെടുക്കുക, ആത്മീയ പ്രഭാഷണം കേൾക്കുക, അത് ഉൾക്കൊള്ളുക, ഇതൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കൊട്ടാരക്കരയിലോട്ടാണ് പോകുന്നത്. എത്രത്തോളം നടക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവിടെ മറ്റ് ചില പരിപാടികളിലൂടെ വെച്ചിരിക്കുന്നു. നമ്മുടെ പഴയകാല സുഹൃത്തുക്കളൊക്കെ കാണണമെന്നും പറഞ്ഞൊക്കെ വിളിച്ചു. അപ്പം അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സമയമല്ല ഉള്ളൂ. പിന്നെ കൺവെൻഷന് പങ്കെടുക്കുന്ന എപ്പോഴാണ് എന്നൊക്കെയുള്ള സംശയമുണ്ട്. എന്നാലും കൺവെൻഷനൊന്ന് കയറണം. പഴയതുപോലെ കൺവെൻഷന് ആളൊക്കെ കുറവാണെന്നാണ് കേട്ടത്. കാരണം ന്യൂ ജനറേഷന് ഇതൊന്നും താല്പര്യമില്ലല്ലോ. കൺവെൻഷനും പള്ളിയും പട്ടക്കാരും ഒന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. പഴയ ആളുകൾക്കല്ലേ ഇതെല്ലാം താല്പര്യമുള്ളത്. അപ്പം എന്നാലും പഴയ സുഹൃത്തുക്കളെയും ആളുകളെയൊക്കെ കാണാൻ പറ്റും. അവരൊക്കെ വരും. നാട്ടിലുള്ളവരൊക്കെ, വിദേശത്തൊന്നും പോയിട്ടില്ലാത്ത നാട്ടിലോ അല്ലെ വിദേശത്ത് പോയിട്ട് അവധിക്ക് വന്നവരും മടങ്ങി വന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വരും. അവരെയൊക്കെ കാണാം. ഇന്ന് അവസാനത്തെ രാത്രി യോഗത്തിൻ്റെ അവസാനത്തെ ദിവസം. നാളത്തെ വിശുദ്ധ കുർബാനയോടുകൂടി സമാപിക്കും കൺവെൻഷൻ. എല്ലാ പ്രാവശ്യത്തെയും പോലെ. അപ്പം അങ്ങനെ അതിൽ പങ്കെടുക്കാനായിട്ട് പോകുക. അപ്പോൾ നല്ല തിരക്ക്. ഇപ്പം ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ നല്ല തിരക്കുണ്ട്. റോഡിലൊക്കെ നല്ല തിരക്ക്. നാളെയൊക്കെ അവധി ആയതുകൊണ്ടായിരിക്കാം നേരത്തെയൊക്കെ ആളുകൾ വീട്ടിലെത്താനുള്ള തിരക്കിലാണ്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസുകളൊക്കെ അവധി ആയതുകൊണ്ട് ആളുകൾക്ക് എത്രയും വേഗം വീട്ടിലെത്താനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് റോഡൊക്കെ നല്ല തിരക്കാണ്. ഉണ്ടോ? നല്ല തിരക്കാണ് റോഡൊക്കെ. വണ്ടികളൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ ഓടുന്നത്. ഇടത്തൂടെയും വലത്തൂടെയൊക്കെയാണ് വണ്ടികൾ കയറി പോകുന്നത്. നമ്മളൊന്ന് പതുങ്ങിയപ്പോഴത്തേന് ഇടത്തൂടെയും വലത്തൂടെയൊക്കെ മറ്റ് വാഹനങ്ങൾ കയറി പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ് നമ്മുടെ ഈ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്ന നമ്മുടെ ഒരു ചങ്ങായി. ആ ചങ്ങായിക്ക് ഉണ്ടല്ലോ ഈ വണ്ടി മറ്റ് വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യുന്നത് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, പുള്ളി അങ്ങനെ സൈഡ് കൊടുക്കത്തില്ല. പക്ഷെ നമുക്കത് പറ്റത്തില്ലല്ലോ. മറ്റുള്ളവരുടെ തെരുവിളിയും കേൾക്കും, അത് വേറെ കാര്യം. നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അല്ലേ? ഈ വണ്ടി ഓടിക്കുമ്പം അതിന് മറ്റൊരാൾ ഓവർടേക്ക് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇച്ചിരി സ്പീഡ് കൂട്ടി പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാനോ അത് വകവെച്ച് കൊടുക്കാനോ മനസ്സ് വരാത്ത ആളുകളും വണ്ടി ഓടിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം നല്ല ഈ MC റോഡിൽ തിരക്കുണ്ട്. ഇപ്പം അല്പം കുറഞ്ഞു, വണ്ടികളൊക്കെ ഒത്തിരി പോയി. ഇപ്പം ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമല്ല, ഈ ഒന്നാമത് ഈ റോഡിന്, ഈ MC റോഡിന് പൊതുവെ വീതി കുറവാണ്. പല സ്ഥലങ്ങളിലും വളവും തിരിവും. അതാണ് 2 വരി പാതയാണ്. പക്ഷെ ഇതൊരു 4 വരി പാതയാക്കിയിരുന്നുവെങ്കിൽ
നല്ലൊരു വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യാൻ, തിരക്കും കുറയും, സമയത്തിന് നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാനും പറ്റും. ഈ റോഡൊക്കെ 4 വരി പാതയാക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. നമ്മളിപ്പോഴും ജാംബവാന്റെ കാലത്ത് ഈ 2 വരി പാതയും കൊണ്ട് നടക്കുക. ഓരോരുത്തരത്തൊക്കെ ചെന്നാലേ നമ്മുടെ ഇവിടം വിട്ട് ഓരോ സ്ഥലങ്ങളിൽ, ഈവൻ നമ്മുടെ തമിഴ്നാട്ടിൽ ചെന്നാൽ പോലും റോഡുകൾക്കൊക്കെ എന്ത് വീതിയും എന്ത് നീറ്റായിട്ടാണ് റോഡ് കിടക്കുന്നത്. അവരുടെയൊക്കെ അവരൊക്കെ ആ റോഡ് എപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ വളരെ കുറവാണ്. ഇപ്പം തന്നെ നോക്കാം, ഇതൊരു ജംഗ്ഷൻ. ഇവിടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ലാതെ വണ്ടികൾ ജാമായി. ഇവിടെ എനിക്ക് മുൻപേ പോകുന്ന ആ ട്രാൻസ്പോർട്ട് ബസ് ഇവിടെ നിർത്തി ഒരാളിനെ ഇറക്കിയതാണ്. അപ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഒരാളിനെ ഇറക്കിയപ്പോഴത്തേനും അവിടെ തിരക്കായി. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ റോഡിൻ്റെ ഇത് മെയിൻ റോഡല്ലേ, മെയിൻ സെൻട്രൽ റോഡല്ലേ ഇത്. MC റോഡെന്ന് പറയുന്നത് പഴയ റോഡല്ലേ. ഇതിൻ്റെയൊക്കെ വീതി കൂട്ടി ഇതൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഒരു 50 വർഷം മുൻപോട്ട് ചിന്തിച്ച് വേണം ഇനി റോഡുകളൊക്കെ വീതി കൂട്ടാനും അതുപോലെ തന്നെ പുതിയ റോഡ് നിർമ്മിക്കാനും ഒക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ റോഡിൻ്റെ ഒരു പാരലായിട്ട് പല സ്ഥലങ്ങളിലും പാരലായിട്ട് റോഡ് പണിയാമല്ലോ. ഈ ജംഗ്ഷനൊക്കെ ഒഴിവാക്കി ഇതിൻ്റെ വീതി കൂട്ടുമ്പോഴാണല്ലോ ഈ 2 സൈഡിലുള്ള കടകളും ഇതൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് പകരം ഇതിനൊരു ബൈപ്പാസ് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇതിപ്പോൾ വെമ്പായം ജംഗ്ഷനാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എപ്പോഴും വെഞ്ഞാറമൂട് കഴിഞ്ഞാൽ ഈ വെമ്പായം ജംഗ്ഷനിൽ എപ്പോഴും തിരക്കാം. ഇവിടെ എപ്പോഴേ ഒരു ഫ്ലൈ ഓവർ വരേണ്ട സമയം കഴിഞ്ഞു. ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഇവിടെ ഒരു ബൈപ്പാസോ വരേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെയുള്ള ഇതുപോലുള്ള തിരക്കുള്ള സ്ഥലങ്ങളിൽ ബൈപ്പാസോ അല്ലെങ്കിൽ ഫ്ലൈ ഓവറോ പണിത് ഈ റോഡൊക്കെ എത്ര കാലം മുമ്പേ ഇത് നല്ലൊരു റോഡാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. ആരോട് പറയാനാ? നമ്മൾ ഇവിടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധ കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ കുറ്റം പറയല്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ട കാര്യങ്ങളല്ലേ. നാട് നന്നാവണമെങ്കിൽ ആദ്യം റോഡ് നന്നാവണം. അങ്ങനെയാണ് ഒരു പഴമൊഴി. ഈ റോഡൊക്കെ നന്നാക്കി നല്ലൊരു 4 വരി പാതയൊക്കെ ആക്കി, അറ്റ്ലീസ്റ്റ് ഒരു 4 വരി പാതയെങ്കിലും ആക്കണം. ഇതിപ്പോൾ 2 വരി പാത, ഒരു 4 വരി പാതയാക്കിയാൽ അത്രയും ഇവിടെ വാഹനങ്ങളുടെ എണ്ണം കൂടിയെന്ന് ഓർക്കണം. പണ്ടുള്ള വാഹനങ്ങളല്ല, ഓരോ ദിവസവും വാഹനങ്ങൾ കൂടി വരുമല്ലേ. പണ്ടുള്ള വാഹനങ്ങളല്ലല്ലോ, ദിവസവും വാഹനങ്ങൾ കൂടി വരിക. അപ്പോൾ അതിനനുസരിച്ച് റോഡ് വികസിക്കുന്നില്ല. വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് റോഡും വികസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗതാഗത സൗകര്യം, അടിസ്ഥാന സൗകര്യമെങ്കിലും വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഗതാഗതം നമുക്ക് നേരെ യാത്ര ചെയ്യാനൊക്കെ പറ്റൂ. ഇപ്പം തന്നെ ഇവിടെ നോക്കുക, ഒരു വണ്ടി, ഒരു ബസ്സിൽ നിന്ന് ആളിനെ ഇറക്കുക. ഇവിടെ ആ ബസ് ഒന്ന് ഒരാളിനെ ഇറക്കാൻ ആ ബസ് അവിടെ നിർത്തിയപ്പോഴത്തേക്ക് ഇവിടെ ബ്ലോക്കായി. ഇതാണ് സ്ഥിതി. അതേസമയത്ത് ഒരു 4 വരി പാതയായിരുന്നുവെങ്കിൽ ബസ് അവിടെ നിർത്തി ആളിനെ ഇറക്കുമ്പോൾ അപ്പുറത്തെ ട്രാക്കിലൂടെ ആളുകൾക്ക് പോകാം. ഇതിപ്പം ബസ്സിന് പുറകെ വരുന്നത് വാഹനങ്ങളെല്ലാം ആ ബസ് നിർത്തി ആളിനെ ഇറക്കി അത് പോകുന്നിടം വരെയും
ആ ബസ്സിന്റെ പുറകെ വരുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കണം. ആ ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷെ ഇത് മാറണം. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കുണ്ടാകണം, അത് മെച്ചപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവൂ. നമ്മുടെ കേരളം വിട്ട് പല സ്റ്റേറ്റുകളിലും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെയൊക്കെ റോഡുകൾ കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഇവിടുത്തുള്ള ഭരണാധികാരികളെല്ലാവരും കണ്ടിട്ടുണ്ട്. അവർ കൂടെ സന്ദർശിക്കുന്ന രാജ്യങ്ങളും സ്റ്റേറ്റുകളും ഒക്കെയാണ്. അവർക്കൊക്കെ അറിയാം, അവരൊക്കെ കണ്ടിട്ടുള്ളതോ. പക്ഷേ നമുക്ക് മാത്രം ഇതൊന്നും നടക്കുന്നില്ല. വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ വേണമെങ്കിൽ ഇതെല്ലാം സാധിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, ആരും വേണമെന്ന് വെക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം.